ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മാനിക്യൂറിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കൈകൾ കുറച്ച് ഭംഗിയുള്ളതാക്കാം, അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ ഈ പാഡ് ഉണ്ടല്ലോ, കോട്ടൺ പാഡ്, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നോർമലി ഈ ഒരു വെറ്റ് പാഡാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ. നമ്മുടെ മറ്റേ ലിക്വിഡ് ഭയങ്കരമായിട്ട് നമ്മുടെ നഖമൊക്കെ ഡാമേജ് ആകുന്നുള്ള തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോർമലി ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് എനിക്കൊന്ന് 20-25 റുപ്പീസ് അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഫസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഇത് ഞാൻ വീക്ക്ലി ഒന്നും ചെയ്യാറില്ല. ലൈക്ക് നെയിൽ പോളിഷ് മാറ്റുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മാനിക്യൂർ ഞാൻ നോർമലി മന്ത്ലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതെല്ലാം കളഞ്ഞു. അതിനുശേഷം ഞാൻ ജസ്റ്റ് നെയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ നെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയുള്ളതൊന്നുമല്ല, ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് ഇങ്ങനെ ഒടിയുന്ന നഖമാണ്. ഓക്കെ, അതിന് ശേഷം ഞാൻ പിന്നെ ഒരു അലവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഞാൻ കയ്യിൽ ഫുൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. മസാജ് ചെയ്യുന്നത് പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ റേസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ കയ്യിലാണെങ്കിലും കുഞ്ഞു ഹെയർ ഉണ്ടാവുമല്ലോ, അപ്പം അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കളയും. ഇത് മന്ത്ലി തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. കാരണം ഒരു 1 മന്തൊക്കെ ആകുമ്പോഴായിരിക്കും, എനിക്ക് നോർമലി 1 മന്തൊക്കെ കഴിയും ഈ കുഞ്ഞ് ഹെയർസ് പിന്നെയും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അലവേര ജെല്ലിപ്പം നമ്മൾ നോർമലി സ്കിന്നിലിടുമ്പോഴത്തേനും അവിടെ ഒന്നാമത് റേസർ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയ കുരുക്കൾ വരും. അതുകൊണ്ട് ഞാൻ അലവേര ജെല്ല് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫേസിലാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ കുരു വരത്തില്ല. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ വിരലിലാണെങ്കിലും നഖത്തിൻ്റെ അവിടെയാണെങ്കിലും ഒരു 5 മിനിറ്റ്സോളം നമുക്ക് അതങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ തന്നെ നമ്മുടെ ഹാൻഡ് ഒരു മോയ്സ്ചറൈസ്ഡ് ആയിക്കോളും. പിന്നെ ഞാൻ നെക്സ്റ്റായിട്ട് എടുക്കുന്നത് തൈരാണ്, കേർഡാണ് എടുത്തേക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ്, ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. വീട്ടിൽ തന്നെ നല്ല പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തേക്കുന്നത്. തൈര് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് തൈര് ജസ്റ്റ് ഇതുപോലെ തന്നെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കയ്യിൽ ഫുള്ള്. എന്നിട്ട് ഒരു ഹാഫ് അവർ ഉണങ്ങുന്നിടം വരെ വയ്ക്കും. എന്നിട്ട് ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും. പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഫൈനലി ഞാൻ പിന്നെ ഇത്രയാണ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ ചേഞ്ചസ് വരും. ഇതിപ്പോൾ നമ്മൾ മന്ത്ലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 to 3 വീക്സ് കഴിയുമ്പോഴും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഫൈനലി ഇതാ ഞാൻ നെയിൽ പോളിഷ് ഇട്ടു. എനിക്ക് തന്നെ ചെറിയൊരു ഡിഫറൻസ് കാണുന്നത് വെച്ചാൽ ഭയങ്കര ഡിഫറൻസ് ഒന്നുമല്ല. നമുക്ക് കുഞ്ഞ് ഹെയർ തന്നെ നമ്മുടെ ഹാൻഡിൽ പോയി കഴിയുമ്പോൾ കുറച്ച് ഡിഫറൻസ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.